നമ്മളിന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂരിലെ പൂങ്കുന്ന് ജംഗ്ഷനിലെ ഫസ്റ്റ് ക്രൈയിലത്തെ ഷോപ്പിലാട്ടോ. ഞാനങ്ങനെ ഇവിടെ വന്ന് നോക്കിയപ്പം പെൺകുഞ്ഞുങ്ങൾക്കുള്ള അടിപൊളി ബ്യൂട്ടിഫുൾ ഫ്ലഫി ഫ്രോക്സ് കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. പാർട്ടി വെയർസ്, റെഗുലർ വെയർസ്, അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് പാറ്റേണിൽ, സ്റ്റൈൽസിൽ, മെറ്റീരിയലിൽ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ആക്ച്വലി ഞാനിവിടെ വന്നിരുന്നത് ഒരു ബർത്ത്ഡേ ബോയ് ഉണ്ട്, അപ്പോൾ കൊച്ചിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം ഞാൻ വന്ന കൂട്ടത്തിൽ എന്തായാലും എൻ്റെ മോൾക്ക് ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ കുഞ്ഞുങ്ങളുടെ എല്ലാത്തരം കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴുള്ള ബെഡ്സ് ഒക്കെയാണ്. ഈ സെക്ഷൻ കണ്ടോ, ഇത് ഫുള്ള് റെഗുലർ വെയർ ആണ്. ഇവിടെ ഫുള്ള് റോംപേഴ്സിൻ്റെ സെക്ഷനാണ്. ദേ നമ്മുടെ കുഞ്ഞ് ഇവിടെ നിൽക്കുന്നത്, അവൾക്ക് എന്താ എടുക്കേണ്ടതെന്ന് ഐഡിയ ഇല്ലാതിരിക്കാം. ഇത് കണ്ടോ, കെട്ടുടുപ്പുകളൊക്കെയാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞ് ന്യൂ ബോൺ ആയിരുന്ന ടൈമിലത്തെയൊക്കെ ഞാനിങ്ങനെ ഓർക്കുക. ഇങ്ങനത്തെ കെട്ടുടുപ്പുകളായിരുന്നു അവൾ ആ സമയത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇത് ഫുള്ള് ഗിഫ്റ്റ് ബോക്സ് ആട്ടോ. ഇതിനകത്ത് എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ബോക്സ്. ആ സമയത്ത് ഇതിനകത്ത് സെറ്റായിട്ടാണ് ഉണ്ടാവുക, എല്ലാ ഐറ്റംസും ഉണ്ടാവും. പിന്നെ ഇത് കണ്ടോ, എന്ത് ക്യൂട്ടാലേ, കുഞ്ഞുങ്ങൾക്കുള്ള ബൂട്ടീസും ഒക്കെയാണ് ഇതിൻ്റെ സെറ്റാണേ. പിന്നെ ഒരു സങ്കടം തോന്നിയ കാര്യം, ആൺകുട്ടികളുടെ ഡ്രസ്സിൻ്റെ സെക്ഷൻ അത്ര ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ഇവരുടെ ഫോർമൽസും കാഷ്വൽസും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നല്ലാതെ തന്നെയും എനിക്ക് മൊത്തത്തിൽ വളരെ കുറച്ചുള്ള മാതിരി തോന്നിപ്പോയി. അതെന്താ അങ്ങനെ? പെൺപിള്ളേർക്ക് ഒത്തിരി ഡ്രസ്സും കളക്ഷൻസും, ആൺപിള്ളേർക്ക് വളരെ കുറവുള്ള പോലെ. എനിക്ക് മാത്രമാണോ? അതൊന്നും നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ ആൺപിള്ളേരാണ് സ്റ്റൈൽ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട്